ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ കസിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ ഒരു ടോപ്പിക്കെല്ലാം സംസാരിച്ച് ഇങ്ങനെ വരുന്നതിന്റെ കൂട്ടത്തില് അവള് പറഞ്ഞു, ചേച്ചി എന്റെ ഔട്ട്ഫിറ്റ് അതിന് മാച്ച് അല്ല എങ്കിൽ ഞാൻ മൂത്രം ഒഴിക്കലില്ല. ഐ വാസ് ലൈക്ക്, വാട്ട്? ഔട്ട്ഫിറ്റും മൂത്രമൊഴിക്കലും തമ്മിൽ എന്താ ബന്ധം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അതായത് ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് ഒക്കെ അവരുടെ ഫാഷൻ സെൻസും ഔട്ട്ഫിറ്റും ഒക്കെ ചേഞ്ചബിൾ ആണ്. അപ്പം അവര് കുറച്ച് ഇറുകിയുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ ആക്കാൻ ബുദ്ധിമുട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നതെങ്കിൽ അവര് മൂത്രം ഒഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അത് പിടിച്ചു വെക്കും. പിടിച്ചു വെച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തുന്നവരെ അവർ പിടിച്ചു വെക്കുകയും അത് കഴിഞ്ഞിട്ട് മാത്രമേ യൂറിൻ പാസ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചു, ഔട്ട്ഫിറ്റിന് ഇത്രയും യൂറിനുമായിട്ട് ഇത്രയും ബന്ധമുണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജെൻസി കിഡ്സിന്റെ ഇടയിലാണ് ഈ മൂത്രം പിടിച്ചു വെക്കൽ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അറിയത്തില്ല, ഇനി അങ്ങനെ ആരെങ്കിലും മൂത്രം പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂത്രത്തിൽ കടച്ചില്, മൂത്രത്തിൽ പഴുപ്പ് കൂടുതലായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ബ്ലാഡർ, നമ്മൾ മൂത്രം പിടിച്ചു വെക്കും തോറും നമ്മുടെ ബ്ലാഡർ ലൂസ് ആവുകയും ഈ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ മൂത്രം പോകുന്നുണ്ട് എന്ന് പറയുന്ന കേൾക്കല്ലേ, അതൊക്കെ ഈ ബ്ലാഡർ ലൂസ് ആവുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാഡറിന്റെ മസിൽസ് ലൂസ് ആവാൻ ഇത് കാരണമാവുകയും ഈ യൂറിൻ ലീക്കേജ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ നേരം നമ്മൾ മൂത്രം പിടിച്ചു വെക്കുകയാണ്, സ്ഥിരമായിട്ട് പിടിച്ചു വെക്കുകയാണെങ്കിൽ വൃക്ക രോഗങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും. ഇനി പെൺകുട്ടികളിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഏനസും അതുപോലെ തന്നെ മൂത്രനാളിയും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ യോനി ഭാഗത്ത് ഒരുപാട് ബാക്ടീരിയകളിൽ എപ്പം തങ്ങി നിൽക്കും. അപ്പൊ നിങ്ങൾ മൂത്രം പാസ് ചെയ്താൽ മാത്രമേ ബാക്ടീരിയസ് എന്ത് ചെയ്തു ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നും കറക്റ്റ് ആയിട്ട് നിങ്ങൾ മൂത്രം ഒഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ചിലപ്പോൾ ഒരു ഏജിന്റെ പ്രശ്നമായിരിക്കും. ഒരു ഏജിന് നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിളിനേക്കാളും ഫാഷനബിൾ ആയിട്ടുള്ള ക്ലോത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാം കംഫർട്ടബിളിനായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കാം, നിങ്ങൾ ഏത് ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം.